അതുപോലെ ചേരികളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോഴായാലും അവിടെ താമസിക്കുന്നവരുടെ ജാതിയും മതവും പ്രദേശവും നോക്കിയിട്ടല്ല അവയൊക്കെ വിതരണം ചെയ്യാറുള്ളത് എന്നുള്ളത് നമുക്ക് മുമ്പിൽ സാക്ഷ്യപത്രങ്ങളായിട്ടുണ്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. മതങ്ങളെ നോക്കി വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിക്കുന്ന ഈ കാലത്ത് തന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാനും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികമായി എല്ലാവരിലേക്കും അർഹതപ്പെട്ടവരിലേക്ക് എത്തേണ്ടതാണ് എന്ന ചിന്തയോടുകൂടി മഹത്തരമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അതെടുത്ത മുൻകൈ നമുക്കെല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ കഴിയുന്ന രീതിയിൽ ശ്രദ്ധേയങ്ങളായിരുന്നു നമുക്കറിയാം. എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ജനവിഭാഗം മിതത്വം പാലിക്കുന്നവരാണ് എന്ന പരിശുദ്ധ പ്രവാചകന്റെ വാചകം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുത്തിയ IS-നെതിരായിട്ട് ലോകത്തിലാദ്യമായിട്ട് ഫത്വ പുറപ്പെടുവിച്ച മതപണ്ഡിതനും കാന്തപുരം ഉസ്താദാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും ആവേശം നൽകുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചതുപോലെ വിഭാഗീയതയുടെ വൻ മതിലുകൾ കെട്ടി മനുഷ്യരെ ചേരിതിരിപ്പിച്ച് പരസ്പരം തമ്മിലടിപ്പിച്ച് അതിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്ത് ഉസ്താദ് ലോകത്തിന്റെ മുന്നിലേക്ക് ഏറ്റവും മുന്നിലേക്ക് മഹത്തരമായ സന്ദേശമാണ് നൽകിയത്. യമനിലെ നമ്മൾ കണ്ടതാണ്. തടങ്കലിൽ പാർപ്പിച്ചിരുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചുനാട്ടുകാരി നമ്മുടെ കേരളത്തിന്റെ സ്വന്തം നിമിഷപ്രിയ രണ്ടാളും ആലോചിച്ചില്ല. മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടല്ല ഉസ്താദ് അതിൽ ഇടപെട്ടത്. നിമിഷപ്രിയും മനുഷ്യരുടെ കുട്ടിയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിലിടപെടാൻ കാന്തപുരം ഉസ്താദ് കാണിച്ച മഹാമനസ്കത നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾക്ക് ഉദാഹരണങ്ങൾ നികത്താൻ നിരവധിയായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അനാഥ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലക്ടർമാരുമാക്കുന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ വ്യക്തിത്വ വികാസം എന്ന പ്രക്രിയയിലേക്ക് അവരെ കൊണ്ടുവരുന്ന മഹനീയമായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിച്ച ആളാണ് ഉസ്താദ് എന്നുള്ളത് കേരള സമൂഹം നേരത്തെ സൂക്ഷിച്ചിട്ടുള്ള സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, സുൽത്താനുൽ ഉലമ, ഈ പേരുകളിലൊക്കെ ഈ വിശേഷണങ്ങളൊക്കെ കാന്തപുരം ഉസ്താദ് അറിയപ്പെടുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നോക്കിയാൽ അബുൽ ഐദാം എന്ന് പറയുന്ന അനാഥരുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശേഷണമാണ് കാന്തപുരം ഉസ്താദിന് ഏറ്റവും കൂടുതൽ ചേരുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ള സംശയം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ നിരവധിയായിട്ടുള്ള ഒരുപാട് പ്രാസംഗികരുടെ നിലകളുണ്ട്. പണ്ഡിത ശ്രേഷ്ഠന്മാർ, മന്ത്രി, ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. കായംകുളത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യരോടൊപ്പം എന്നുള്ള മഹനീയമായ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര കേരളത്തിൽ അങ്ങേയറ്റത്തു നിന്ന് ആരംഭിച്ച് തെക്കേയറ്റത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാട് എല്ലാ കാലത്തും ഈ ദേശത്തിന് ഒരുപാട് മതേതരത്വ മാതൃകകൾ നൽകിയിട്ടുള്ളതാണ്. സമ്മിശ്രമായി ജീവിക്കുമ്പോഴും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴും സാഹോദര്യം ഉയർത്തിപ്പിടിച്ചാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഏവരും സോദരദ്വേന വാഴുന്ന മാതൃകാ രാജ്യമാണത് എന്ന ഗുരുദേവന്റെ യഥാർത്ഥവാദികൾ ഏറ്റുപിടിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. സോദരദ്വേന, സ്വന്തം സഹോദരങ്ങളെ പോലെ മതങ്ങളുടെ വ്യത്യാസമില്ലാതെ
എല്ലാവരും ഏറ്റെടുക്കുന്ന ആ മുദ്രാവാക്യം തന്നെയാണ് മനുഷ്യരോടൊപ്പം എന്നുള്ള ഈ മുദ്രാവാക്യത്തിന്റെയും സാക്ഷ്യം. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അതിന് സന്ധിയില്ലാതെ എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഉസ്താദിന്റെ വാക്കുകൾ അത് നമ്മൾ എല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരുന്നതാണ്. അവിടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് വർത്തമാനകാലത്ത് അത്തരം നിലപാടുകൾക്കേറെ പ്രസക്തിയുണ്ട്. വിദ്യാഭ്യാസത്തിലടക്കം സിലബസിലടക്കം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊടുക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങൾ പാർലമെന്റിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ഇവിടെ ഭരണഘടന വിശ്വാസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങള്, ഭരണഘടന പ്രദാനം ചെയ്യുന്ന വിശ്വാസത്തിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി നിയമം നിർമ്മിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭരണാധികാരികൾ, ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾ, ഞാൻ നിർഭാഗ്യമെന്ന് പറയട്ടെ, നിയമങ്ങൾ ഭരണാധികാരികൾ ഉണ്ടാക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്, തലച്ചോറ് കൊണ്ടല്ല. പക്ഷെ ഇവിടുത്തെ ഭരണാധികാരികൾ തലച്ചോറ് കൊണ്ട് തങ്ങൾക്ക് എങ്ങനെ ജനങ്ങളെ വിഭജിപ്പിച്ച് നിർത്തി നേട്ടം കൊയ്യാമെന്നുള്ള രീതിയിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു കാലമാണ് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് പോലും നീക്കം ചെയ്യാൻ, ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് പോലും നീക്കം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത നിയമനിർമ്മാണങ്ങൾക്കാണ് നമ്മളിപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുഗൾ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം, ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ ചരിത്രം പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ, ഈ ചരിത്രത്തിന്റെ ഭാഗമായി പഠിക്കുമ്പോൾ മുഗൾ സാമ്രാജ്യം പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എങ്ങോട്ടേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞാനെടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഈ ചിന്താഗതികൾക്ക് ആരായാലും ഏത് ഭാഗത്തായാലും തീവ്രവാദം, തിരിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അവർ IS-നെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഉസ്താദ് എടുത്തപ്പോൾ ലോകം തന്നെ അത് ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയുണ്ടായി. ഇതാണ് നമുക്ക് നാട്ടിന് ആവശ്യമായിട്ടുള്ളത്. ഏത് തീവ്രവാദത്തെയും, ഇസ്ലാം തീവ്രവാദമായാലും ഹിന്ദു തീവ്രവാദമായാലും ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള തീവ്രവാദമായാലും, തീവ്രവാദമല്ല എല്ലാത്തിനെയും പരിഹാരം. സ്നേഹത്തിന്റെ വാതിലുകൾ തുറന്നിടുക, വിദ്വേഷത്തിന്റെ മതിലുകൾ കെട്ടുന്നതിന് പകരം സ്നേഹത്തിന്റെ വാതിലുകൾ തുറന്നിടുക, ഇതാണ് ഈ യാത്രയുടെ ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഈ യാത്രയിൽ വികസനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സത്യത്തിൽ നന്ദിയോടെ സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാത്രയിൽ ഒരുപാട് വികസന സന്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ദേശീയപാതയുടെ വികസനത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, മത്സ്യമേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട കുട്ടനാട്ടിലെ കൃഷിക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ ഈ സമ്മേളനം ചർച്ച ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കേവലമായിട്ടുള്ള മാനവിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള, വികാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരവസരം കൂടി തുറന്നിടുകയാണ് ഈ യാത്രയിലൂടെ. എന്തുകൊണ്ടും മഹനീയമായ ഈ മഹായാത്രയിൽ പങ്കാളിയാകാൻ അവസരമുണ്ടായതിന് സംഘാടകർക്ക്, അഭിനന്ദനായിട്ടുള്ള ഉസ്താദിനെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം സന്തോഷത്തോടെ അതിലേറെ ചാരിതാർത്ഥത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.